എല്ലാവർക്കും SR കറിവേട്ടിലേക്ക് സ്വാഗതം. ഇന്ന് മൈ മോമിൻ്റെ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അതിനായി ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. വറ്റ നിങ്ങൾക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഇതുപോലെ വെക്കാം കേട്ടോ. ഇനി വേണ്ടത് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് 1 കൈപ്പിടി നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്റ്റവ് കത്തിക്കരുത് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ അരച്ചെടുത്തത് ഏത് ചട്ടിയിലാണോ മീൻ വെക്കുന്നത് വെച്ചാൽ ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. കറിക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. 5 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. 1 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എരിവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് കത്തിച്ചു കൊടുക്കാം. ഇനി ചാറ് തിളച്ച് വരുമ്പോൾ വേണം മീൻ ചേർത്ത് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതേ ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ ദേ മീനൊക്കെ വെന്ത് ചാറൊക്കെ വറ്റി മുകളിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ വേണം സ്റ്റവ് ഓഫ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു 5 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളറായതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി മീൻ കറിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.